ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഉള്ളത് നമ്മുടെ റെസ്റ്റോറൻറ്റിലാണ്. സൗദിയിൽ ഫേമസ് ആയിട്ടുള്ള അൽബയാത്ത് അൽ റൊമാൻസിയയിലാണ്. ഖത്തറിൽ കേട്ടോ, സൗദിയിലല്ല ഉള്ളത്, ഖത്തറിലാണ്. സൗദിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് അൽബയാത്ത് അൽ റൊമാൻസിയ. അപ്പോൾ അവിടെയാണ് ഉള്ളത്. ചെറിയൊരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം നമ്മൾ സെലക്ട് ആയിട്ടുള്ള 2-3 റെസ്റ്റോറൻറ്റ് ഓൾറെഡി ഉണ്ട് നമുക്ക്. അപ്പോൾ അതിലൊന്നാണ് ഈ അൽബയാത്ത് അൽ റൊമാൻസിയ. ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കുന്നത് ഒരു 10 minutes ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് മധുഹൂദ് ചിക്കനും പിന്നെ മധുഹൂദ് മീറ്റും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾ സൗദിയിൽ കഴിഞ്ഞ മാസം പോയപ്പോൾ അവിടുന്ന് ഞങ്ങൾ കഴിച്ച ആകെയുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത് മധുഹൂദ് മീറ്റും മധുഹൂദ് ചിക്കനുമാണ്. ഭയങ്കര ടേസ്റ്റാണ്. കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, അറബിക് ഫുഡാണ്. അപ്പം ഇത് മലയാളികൾക്കല്ല, ഖത്തറിലെടുത്ത ഇവിടുത്തെ ഫുഡിനെ പറ്റി എന്താ പറയുള്ളത്? മട്ടൻ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് മട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. റമീസ്ക്ക് മട്ടൻ കഴിക്കാത്തതുകൊണ്ടാണ് ഞാൻ മട്ടൻ കഴിക്കാത്തത്. എന്തും വാങ്ങി തരും, പക്ഷെ മട്ടൻ മാത്രം. പിന്നല്ല, ഞാൻ ഇവിടെ നിന്നാട്ടോ ആദ്യമായിട്ട് ക്യാമൽ മീറ്റും കഴിച്ചത്. ക്യാമൽ മീറ്റ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. നമ്മളിങ്ങനെ സൗദിയിലൊക്കെ പോകുമ്പോൾ മരുഭൂമി കൂടെ ഒക്കെ ഇങ്ങനെ ക്യാമൽ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതിനൊന്ന് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. ആ ഒരു ക്യാമൽ മീറ്റും കഴിച്ച് അതൊക്കെ സഫലമായത് ഈ അൽബയാത്ത് അൽ റൊമാൻസിയ കേട്ടോ. ഇവിടെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡിലാണ് ഓഫർ ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. വിശക്കുന്നുണ്ട്, നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. കുറച്ച് വെള്ളം കുടിക്കട്ടെ. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ മുന്നിലേക്ക് വലിയൊരു വെള്ളിപ്പാത്രത്തിൽ നിറയെ മട്ടൻ്റെ മധുഹൂദും പിന്നെ അതുപോലെ തന്നെ മക്കലൂബ റൈസ് എത്തിയിട്ടുണ്ട്. പിന്നെ ദാലിൻ്റെ ഒരു സൂപ്പും ഉണ്ടായിട്ടുണ്ടായിരുന്നു. മട്ടനൊക്കെ ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ടായിരുന്നു. നമ്മളിതിങ്ങനെ കുടയുമ്പോൾ അതിങ്ങനെ മീറ്റ് ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പറ്റൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ കഴിക്കാനുള്ള. പിന്നെ ഗുബൂസ് ഉണ്ടായിരുന്നു, കുനാഫ് ഉണ്ടായിരുന്നു. ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖാന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് പോയതായിരുന്നു കേട്ടോ. ഇവിടെ ഖത്തറിൽ സൂക്ക് വാക്കിഫിലൊരു ഡേറ്റ്സിൻ്റെ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ കയ്യിൽ ആ ഡേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് മൊത്തം കഴിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഒരു ബോക്സിന് 8 റിയാലാട്ടോ ഇങ്ങനെ. പിന്നെ ഇവിടെ മേടിക്കുമ്പോൾ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. അതായത് പഴുത്തിട്ടുണ്ട് ഒരു ഭാഗം കുറച്ച് പച്ചയായിട്ട് ഇങ്ങനെ മധുരമാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടം. അവർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 3-4 ദിവസം കഴിഞ്ഞാൽ നല്ലോണം പഴുക്കും. അപ്പോൾ നല്ലോണം പഴുത്തിട്ട് എങ്ങനത്തെ കണ്ടീഷനിലാണ് ഓരോ ഇവിടെ ഇങ്ങനെ കണ്ടില്ല. ഈ ഒരു ബ്ലാക്ക് കളർ ഉണ്ടോ, ഈ ഒരു ബ്ലാക്ക് മൊത്തത്തിൽ അങ്ങ് വന്നിട്ട് കുറച്ച് ഗ്ലൈസിങ് അങ്ങ് കൂടും. അതായത് ഇതിൻ്റെ ഒരു എന്താന്നല്ല ഭയങ്കര ഗ്ലൈസിങ് അങ്ങ് ആവും. അതിന് കറുത്തിട്ട് ഇങ്ങനെ തേന കുഴിച്ച പോലെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ അവരത് അവിടെ ഇതിൻ്റെ ഒരു പഴുത്ത വേർഷൻ അവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പഴുത്ത വേണ്ട, ഇങ്ങനെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് 2 ദിവസം കൊണ്ട് ഞാൻ ഫുള്ള് തീർക്കും. പഴുക്കുന്നുണ്ടെങ്കിൽ പഴുക്കട്ടെ. പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ അവിടുന്ന് സൂക്കിന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ റൂമിൻ്റെ ആ ഒരു ഏരിയയിലാണ് ഉള്ളത്. അപ്പോൾ അവിടുന്നേ ഞാൻ എന്ത് ചെയ്ത് കഴിച്ചിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. സൗദി പോയ ടൈമിൽ നമ്മൾ മുമ്പൊക്കെ പോയ ടൈമിൽ നമ്മളൊരു 2 ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്ത് അത് ഭയങ്കര പഴുത്തു പോയിട്ട് നമ്മളത് അതിൻ്റെ കുരു ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചിട്ട് നമ്മൾ ഒരു ബോട്ടിലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ സ്മൂത്തി അടിക്കുമ്പോഴൊക്കെ ഷുഗർ എന്തായാലും ഇടൂലാണല്ലോ സ്മൂത്തിയിൽ. അപ്പോൾ ബനാന, ഓട്സ്, ഈ ഒരു ഡേറ്റ്സിൻ്റെ പേസ്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് കുറച്ച് മിൽക്ക് ഒഴിച്ചിട്ട് ക്രഷ് ആയിട്ട് സ്മൂത്തി അടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയില്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഡേറ്റ്സ് എന്ത് ചെയ്യാം കുറേ കിട്ടും കേട്ടോ. ഇവിടെ ഇപ്പോൾ സീസൺ ആണല്ലോ, അതിൻ്റെ ചൂട് തുടങ്ങിയോണ്ട് ഇവിടെ സീസണാണ്. അപ്പോൾ നിങ്ങൾ എന്താ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഡേറ്റ്സ് ഹാർഡായിട്ടുള്ളത് എന്താ ചെയ്യുക, കുറച്ച് ചുടുവെള്ളത്തിലിടാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സീഡ് ഒഴിവാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ലോണം ക്രഷ് ചെയ്തിട്ട് നല്ലൊരു ടിന്നിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ എന്നിട്ട് എന്ത് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഷേക്ക് അടിക്കാം, ഐസ്ക്രീം ഉണ്ടാക്കാം, പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. കൈയൊക്കെ ഫുൾ ഒട്ടിക്കുന്നു. കുറേ ഇങ്ങനെ കഴിച്ചിട്ട് കൈ ഇങ്ങനെ ഒട്ടുന്നതാണ്. വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. എന്നാലാണ് ഞാനിടുന്ന കുറേ അധികം ഇതൊക്കെ വരുള്ളൂ, വീഡിയോസൊക്കെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ കാണും. അപ്പോൾ റമീസ്ക അവിടെ ഈ വില്ലല്ല കേട്ടോ, നമ്മുടെ ഫ്രണ്ട് നാട്ടിൽ പോവാണ്. അപ്പോൾ അത് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോൾ കൊണ്ടുവിടണ്ട വേറെ ഫ്രണ്ട് കൊണ്ടുവിടുന്നു പറഞ്ഞു. അപ്പം കാണാൻ പോയതാണ്. ഞാൻ പോയിക്കില്ല, അവിടെ ഫാമിലി നാട്ടിൽ. അപ്പം ഇപ്പോൾ അവർ അവിടെ പോയിട്ട് ഫാമിലിനെല്ലാം കൂട്ടിയിട്ടേ വരുള്ളൂ. വരുന്നുണ്ട് നമ്മുടെ പ്രിയാപ്പിള വരുന്നുണ്ട്. പ്രിയാപ്പിള ഒന്ന് നോക്കട്ടെ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് യൂട്യൂബിൽ. What do you want? I'm making
ഒരു പിടുത്തല്ല. നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് പറഞ്ഞത് നമ്മൾ ഇവരെ കൊണ്ടാക്കണം എന്നിട്ട് പക്ഷെ അവരെ കൊണ്ടാക്കണ്ട നാട്ടിൽ ക്യാൻസലായി. അത് നാളെ പോന്നാണ്. നാളെ പോന്നാ ഇന്ന് പോന്നല്ല. ക്ലിയർ അല്ലാത്ത ക്ലിയറാ? ക്ലിയർ ഉണ്ടോ? നല്ല ബ്ലറാക്കി എടുക്കുന്നതല്ല, എന്റെ മഞ്ചെല്ലാം പോയി. മെലിഞ്ഞില്ലേ നമ്മള് രണ്ടാളും ഷുഗർ ഒക്കെ കട്ട് ചെയ്തല്ലേ? നമുക്കൊക്കെ മെലിഞ്ഞില്ലേ? പോണ്ടേ പറമ്പൂർവ്വം എനക്കൊരു ഐഡിയ ഇല്ല മനോരം. അപ്പൊ ഗൈസ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതാണ്.